ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന യുവജന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, മനുഷ്യജീവിതം ഓരോ നിമിഷവും പല വിധത്തിലുള്ള ആകുലതകളിലൂടെ കടന്നു പോകുന്നതാണ്. എല്ലാ മനുഷ്യർക്കും ആകുലതയാണ്. എല്ലാവരും സമയത്തും പല വിധത്തിൽ ആകുലരാണ്. എന്തിനാ? വിശുദ്ധ അഗസ്തീനോസും ആകുലന്. വിശുദ്ധ അഗസ്തീനോസ് പറയാറുണ്ട്, കർത്താവേ, അങ്ങിൽ വിലയം പ്രാപിക്കുന്നതുവരെ ഞാൻ അസ്വസ്ഥനാണ്. ഇപ്പോൾ ലോകം മുഴുവനും പല വിധത്തിലുള്ള അസ്വസ്ഥതയിലാണ് കഴിയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം തന്നെ മക്കളെ വളർന്ന് വലുതായി കഴിയുമ്പോൾ എന്തായി തീർക്കണം എന്ന് ആകുലപ്പെടുകയാണ്. മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കൾ. ഇനിയിപ്പോൾ വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആകുലത എന്താണ്? എങ്ങനെയൊക്കെ പഠിച്ച് ഞാൻ പാസ്സാക്കാൻ പറ്റും? പരീക്ഷ അടുത്ത് വരികയാണല്ലോ ആകുലത. അപ്പോൾ എല്ലാ മനുഷ്യരും പല വിധത്തിലുള്ള ആകുലതയിലൂടെ കടന്നു പോവുകയാണ്. ഈ ആകുലതയ്ക്ക് ദൈവം നൽകുന്ന മറുപടിയാണ്, കൃമിയായ ഇസ്രായേലെ ഭയപ്പെടേണ്ട. കൃമിയായ ഇസ്രായേലെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. മനുഷ്യൻ തൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടി വയ്ക്കുന്നത്. എൻ്റെ ജീവിതം എൻ്റെ കയ്യിലാണ് ചിന്തിക്കുന്ന മനുഷ്യൻ അവൻ്റെ സർവ്വസമ്പത്തും സർവ്വബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ സുരക്ഷിതമാക്കാനായിട്ട് നോക്കുന്നു. എന്നാൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവൻ്റെ കാര്യം, കർത്താവിൻ്റെ കാര്യം സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ അവനിലേക്ക് തന്നെ ആശ്രയിച്ചിട്ട് ഞാൻ സുരക്ഷിതനാണ്, എന്നെക്കൊണ്ട് ഒന്നും ഒരു പ്രശ്നമില്ല, ആർക്കും എന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല, ആർക്കും എന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല എന്നൊരു മിഥ്യാധാരണയുടെ ലോകം പോവുകയാണ്. സഹോദരൻ്റെ യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ 31-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം നിങ്ങൾ മനസ്സിൽ കുറിച്ചിടണം. നിങ്ങളെല്ലാം യുവതിവാക്കന്മാര്. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം തിരുവചനം ഈ വിമാനം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ എനിക്ക് വെളിപ്പെടുത്തുന്ന തിരുവചനമാണ്. എന്താണ് വചനത്തിൽ പറയുന്നതാണ്? അത്യുന്നതന്റെ നേരെ ദൃഷ്ടി പതിപ്പിക്കാതെ, അത്യുന്നതന്റെ നേരെ ദൃഷ്ടി പതിപ്പിക്കാതെ, ഉന്നതത്തിലുള്ളവനോട് ആലോചന ചെയ്യാതെ യുദ്ധത്തിന് പുറപ്പെടുന്നവന് ദുരിതം. അത്യുന്നത നേരെ ദൃഷ്ടി പതിപ്പിക്കാതെ, അത്യുന്നതനോട് ആലോചന ചെയ്യാതെ കുതിരയെയും കുതിരപ്പടയാളിയെയും ആശ്രയിച്ചിട്ട് യുദ്ധത്തിന് പോകുന്നവന് ദുരിതം. നീ ആശ്രയം വെച്ചിരിക്കുന്ന കുതിര ആത്മാവല്ല, ജഡമാണ്. നീ ആശ്രയം വെച്ചിരിക്കുന്ന കുതിര എന്ന് പറയുന്നത് ആത്മാവല്ല, അത് ജഡമാണ്. അപ്പോൾ നീ ആശ്രയം വെച്ചിരിക്കുന്ന കുതിരപ്പുറത്ത് നിന്റെ ശത്രുഗണത്തെ കീഴ്പ്പെടുത്താനായിട്ട് പായുമ്പോൾ നീ ഇരിക്കുന്ന കുതിരയുടെ മുട്ടുകാലിൽ ഞാനൊന്ന് കൊട്ടും. അപ്പോൾ കുതിര നിലത്ത് വീഴും. നിന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളെല്ലാം തെറിച്ചു പോകും. നീ നിരായുധനാകും. നീ നിരായുധനാകുമ്പോൾ ശത്രുഗണം വന്ന് നിന്നെ കീഴ്പ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. വലത് കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആശ്രയം വെച്ചിരിക്കുന്ന എന്തിനാ? നിന്റെ ജീവൻ സുരക്ഷിതമാക്കാൻ, നിന്റെ ജീവൻ വിജയത്തിലെത്തിക്കുവാൻ നീ ആശ്രയം വെച്ചിരിക്കുന്ന എന്തിലാണ് എന്ന് ഞാൻ ചോദിക്കുക. നീ ആശ്രയം വെച്ചിരിക്കുന്ന നിന്റെ കൂട്ടുകാരുടെ ബലത്തിലാണോ? നീ ആശ്രയം വെച്ചിരിക്കുന്ന നിന്റെ ബുദ്ധിശക്തിയിലാണോ? നീ ആശ്രയം വെച്ചിരിക്കുന്ന സമ്പൽ സമൃദ്ധിയിലാണോ? അതോ നിന്റെ യുവത്വത്തിലാണോ? കർത്താവ് പറയുക, നീ എന്തിനാണോ ആശ്രയം വെച്ചിട്ട് എന്നോട് ആലോചന ചെയ്യാതെ നീ യാത്ര തുടരുന്നത്, എവിടെ ആശ്രയം വെച്ചിരിക്കുന്നത് അവിടെ ഞാൻ കൊട്ടും. അപ്പോൾ നീ വീഴുമെന്ന് കർത്താവ് പറയുക. അതുകൊണ്ട് വചനത്തിൽ തമ്പുരാൻ പറയുന്നത് എന്താ? നീ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് തമ്പുരാൻ വചനത്തോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, ഭാഗ്യസ്മരണാർഹൻ വിശുദ്ധനുമായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ സഭാഭരണ കാലഘട്ടത്തിൽ യുവജന സുഹൃത്തുക്കളെ നോക്കിക്കൊണ്ട് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു: യുവാക്കളെ, നിങ്ങൾക്കറിയാവോ ഇന്ന് ലോകത്ത് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തകർച്ചയുടെ കാരണം എന്ന് വിശുദ്ധ പിതാവ് യുവജന സുഹൃത്തുക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചു. എല്ലാം നിശബ്ദരായിരുന്നു. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ഇന്ന് ആധുനിക യുഗത്തിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ദൈവഭയം ഇല്ല എന്നുള്ളതാണ്. ദൈവഭയം ഇല്ല എന്നുള്ളതാണ് ഇന്ന് ആധുനിക യുഗത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ തകർച്ച. ഇത് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വചനത്തെ പരിശുദ്ധ പിതാവിന് വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഞാൻ പിന്നീട് വചനം കണ്ടെത്തിയത് ഓസ്യ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ഓസ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു. നമുക്ക് ശ്രവിക്കാം. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ദൈവഭയം, ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആയതിനാൽ ഇവിടെ ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും മദ്യാസക്തിയും സീമാതീതമായിട്ട് പെരുകിയിരിക്കുന്നു
എന്നാണ് വചനം പറയുക. തുടർന്ന് പറഞ്ഞ വചനം പേടിപ്പിക്കുന്നതാണ്. അതിനാൽ എന്താണ്? അതിനാൽ ലോകം വിലപിക്കുന്നു, കരയുന്നു. സഹോദരങ്ങളെ, ദൈവവിചാരമില്ലാത്തൊരു സമൂഹം വളർന്നു വരുന്നു. അതാണ് ലോകത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് വചനം നമ്മളെ വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് നമ്മൾ മനസ്സിൽ കുറിച്ചിട്ടേണ്ടത്, ഞാൻ ദൈവവിചാരമുള്ള, ദൈവ ഭയമുള്ള ഒരു മനുഷ്യനായിട്ട് തീരുമെന്നുള്ളതാണ്. എന്താ ദൈവഭയം എന്ന് പറയുന്നത്? ദൈവ സാന്നിധ്യത്തോടുള്ള അവബോധം. അതാ ദൈവഭയം, ദൈവഭക്തി, ദൈവവിചാരം. എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ടതില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ചലനങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം എൻ്റെ എല്ലാ തീരുമാനങ്ങളെയും മാറ്റാൻ കഴിവുള്ളത്, എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിവുള്ളതാണ് എന്ന് ചിന്തിച്ചാൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടത്. പക്ഷെ മനുഷ്യനിൽ ഇത് നഷ്ടപ്പെട്ടുകൊണ്ട് പോയിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളും ദൈവത്തിന് ദൈവവിചാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. ഞാൻ 4 വർഷത്തോളം കങ്കനാടിപ്പള്ളി വികാരി ആയതുകൊണ്ട് എനിക്ക് ജീവിതത്തിലെ കുറച്ച് അനുഭവങ്ങളുണ്ട്, കുഞ്ഞു അനുഭവങ്ങൾ. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മംഗലാപുരം കങ്കനാടിപ്പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ യുവാക്കന്മാർ കുർബാനയ്ക്ക് വരുന്നത്. അവിടെ 5 കുർബാനയുണ്ട്. എനിക്ക് വന്നത് ഒരു ദിവസം ഒരു 5000-6000-ൽ പരം യുവാക്കന്മാർ കുർബാനയ്ക്ക് വന്നു പോകുന്ന ഇടവകയാണ് 5 കുർബാനയ്ക്കുള്ളിലായിട്ട്. അപ്പോൾ ഒത്തിരി യുവാക്കന്മാരുണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ സംഭവം ഞാൻ ഓർക്കുകയാണ്. മംഗലാപുരത്ത് പഠിക്കാൻ വന്ന നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല തറവാടിത്തമുള്ള, കത്തോലിക്ക തറവാടിത്തമുള്ള ഒരു ചെറുപ്പക്കാരൻ മംഗലാപുരത്ത് പഠിക്കാൻ വന്ന് BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ മംഗലാപുരത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളുടെ നിയന്ത്രണം വിട്ടു, വികാരിയച്ഛൻ്റെ നിയന്ത്രണം വിട്ടു, സഹോദരങ്ങളുടെ നിയന്ത്രണം വിട്ടു. അവന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയായി മംഗലാപുരത്ത് വന്നപ്പോൾ. അതുകൊണ്ട് എന്തായി? അവിടെയുള്ള കൂട്ടുകാരൊക്കെ കൂട്ടുകൂടി നന്നായിട്ടൊന്ന് മദ്യപിക്കാനായിട്ടൊക്കെ ഒന്ന് പഠിച്ചു. അവസാനം കുറച്ച് മയക്കുമരുന്നൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ടൊക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ച് അവൻ ലോകത്തിൻ്റെതായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ BSc നഴ്സിംഗ് തോറ്റ് റെപ്പറ്റീഷൻ ചെയ്ത് റീ എക്സാം ചെയ്ത് അവൻ നിരാശപ്പെട്ടു. ജയിക്കുന്നില്ല. കാരണം മദ്യവും മയക്കുമരുന്നും അവന് കുത്തിവെച്ചതുകൊണ്ട് ബുദ്ധി മന്ദിഭവിച്ചു പോയി. അതുകൊണ്ട് എന്തായി? നിരാശ വന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും, മോനെ നിന്റെ BSc നഴ്സിംഗ് കഴിയാൻ, നിന്റെ കൂട്ടുകാരൊക്കെ പഠിച്ച് പാസ്സായി വന്നല്ലോ, എന്തിയേ? എൻ്റെ മമ്മി, ഞാൻ അടുത്ത മാസം പരീക്ഷയുണ്ട്, അതിൽ ജയിക്കും. ഒരു വിഷയം തോറ്റുപോയതാ. അവൻ ജീവിതത്തിൽ ഒരു വിഷയത്തും ജയിച്ചിട്ടുമില്ല. ഇത് സത്യം പറയാൻ പറ്റില്ല. മാതാപിതാക്കളുടെ നിരന്തരമായിട്ടുള്ള ചോദ്യം നിമിത്തം അവൻ ഒരു ദിവസം തീരുമാനം എടുത്ത്, ഈ ജന്മത്തിൽ ഞാൻ BSc നഴ്സിംഗ് പാസ്സാകില്ല. നിരാശ വന്ന മനുഷ്യൻ മംഗലാപുരത്ത് നിന്ന് മലബാർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തു കോട്ടയത്തിലേക്ക്. കോട്ടയത്തുകാരനാണത്. ഒരു ശരിക്കും സുഹൃത്തുക്കളാരും പരിചയമുണ്ടോ എനിക്ക് അറിയില്ല. അദ്ദേഹം ഇവിടുന്ന് മംഗലാപുരത്ത് നിന്ന് യാത്ര പറഞ്ഞത് ലോകത്തോട് യാത്ര പറയാനാണ്. പക്ഷെ സ്വന്തം നാട്ടിൽ കിടന്നുവെന്ന് മരിച്ചേക്കാൻ തീരുമാനത്തോടെ പോയത്, ആത്മഹത്യ ചെയ്യാൻ. ഈ ആത്മഹത്യ ചെയ്ത മനുഷ്യനെ ഞാൻ വീണ്ടും കണ്ടുമുട്ടുന്നത് മംഗലാപുരത്ത് യൂണിറ്റി ആശുപത്രിയിലാണ്. യൂണിറ്റി ആശുപത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം വിചാരിക്കും, എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത ആളിനെ അച്ഛനെങ്ങനെയാ വെച്ചാൽ യൂണിറ്റി ആശുപത്രിയിൽ കണ്ടുവരുന്നത് പ്രേതം വല്ലതും ആണോ നിങ്ങൾ സംശയിക്കും. പ്രേതമൊന്നുമല്ല, അവൻ തന്നെയാണ് മിടുക്കനായ ചെറുക്കൻ. പക്ഷെ അവൻ്റെ കോലം മാത്രം ഒരുപക്ഷെ കിലുക്കൻ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. ജഗതി ഇടയ്ക്കിടയ്ക്ക് വന്ന് ബെഡിലേക്ക് വീടിയല്ലേ, കയ്യിലും കാലും വീഴും പ്ലാസ്റ്റർ ഇട്ടിട്ട് എന്ന ഗതിയിൽ കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവനെ പോയി കാണാൻ പോയി ചോദിച്ചു, എടാ എന്താ പറ്റിയത്? നിൻ്റെ കോലം ഇതല്ലായിരുന്നല്ലോ. എൻ്റെ അച്ഛൻ ഒരു അബദ്ധം പറ്റുക ജീവിതത്തിൽ. എന്താടാ നിൻ്റെ അബദ്ധം? അച്ഛനറിയാലോ, അച്ഛനടുത്ത് പല പ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളതാണ്. എനിക്ക് BSc നഴ്സിംഗ് പാസ്സാകാൻ പറ്റിയെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ചെയ്തില്ലേ? ചെയ്തച്ഛ. പക്ഷെ എന്ത് പറ്റി? അബദ്ധം പറ്റി. എന്താണ് അബദ്ധം? അച്ഛോ, ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ആത്മഹത്യ ചെയ്യണത്? ഒരു പരിചയമില്ല. അപ്പം ആദ്യമായിട്ട് ആത്മഹത്യ എന്ന് പരിചയം. അവൻ ആകപ്പാട് അറിയാവുന്നത് തൂങ്ങി മരിക്കാന്നുള്ള ഒരൊറ്റ പ്രവൃത്തിയാണ്. അച്ഛോ, രാത്രി ഞാൻ ഒത്തിരി ആലോചിച്ചു. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അടുത്തിരുന്ന് ഒത്തിരി സ്നേഹിച്ചു, ആശ്വസിപ്പിച്ചൊക്കെ ഉണ്ടൊക്കെ ഇരുന്നു. എൻ്റെ വിഷമം മാത്രം ആരോടും ഞാൻ പങ്കുവച്ചില്ല. പ്രഭാതമായപ്പോൾ എൻ്റെ തീരുമാനത്തിലേക്ക് ഇന്നെ ഉറച്ചു വന്നു. ഞാൻ ആത്മഹത്യ തീരുമാനിച്ച ശേഷം എങ്ങനെയെങ്കിലും ഒരു കയറെടുത്ത് ചാവാൻ തീരുമാനത്തോടുകൂടി അതിരാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നച്ചാൽ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. പശുത്തൊഴുത്ത് കയറി ഒരു പശുവിൻ്റെ കഴുത്തേന്ന് ഞാൻ കയറ് കണ്ടിച്ചെടുത്തച്ചു. എന്നിട്ട് ഞാൻ ഓടി പ്ലാവേ കയറി. തൊട്ടടുത്തൊരു പ്ലാവുണ്ട്. ഈ പ്ലാവേ കയറി ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. കഴുത്തേൽ കുരുക്കിടാൻ കുരുക്കൊക്കെ ഇട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചു. അങ്ങനെ കുരുക്കിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടത് അടുക്കളയിൽ വിളക്ക് തെളിയുന്നതാണ്. അവിടെ ലൈറ്റിട്ടു. ആ മമ്മി വന്ന് ലൈറ്റിട്ടു. എനിക്ക് ആപ്പാട് അസ്വസ്ഥമായി. അങ്ങനെ അമ്മച്ചി ഇറങ്ങി വന്നാലോ കണ്ടാലോ ചിന്തയാണ്. എന്താ ചെയ്യാൻ അച്ചു? എൻ്റെ അമ്മ എന്നേക്കാൾ ബുദ്ധിമതി ആയതുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് വരുന്ന പശുത്തൊഴുത്തിലേക്കാണ്. പശുത്തൊഴുത്തിലേക്ക് വന്നപ്പോൾ കണ്ടത് എന്താ? കറക്കേണ്ട പശുവിനെ കാണാനില്ല. പശു വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അച്ഛൻ ഞാൻ മരത്തിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് അച്ഛൻ പശു ഈ പ്ലാവിൻ്റെ ചുവട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആപ്പാട് അസ്വസ്ഥതയായി. ആത്മഹത്യ ചെയ്യാൻ വന്ന് എനിക്ക് വീണ്ടും അസ്വസ്ഥതയച്ചു. അതിന് നിനക്ക് ആത്മഹത്യ ചെയ്താൽ കൂടെ പശുവിനെ പേടിക്കേണ്ട ആവശ്യമുണ്ട്. അതല്ല അച്ഛ പ്രശ്നം. അമ്മച്ചി തൊഴുത്തിൽ വന്നിട്ട് ഈ പശുവിൻ്റെ പുറകെ നടന്ന്
ഈ പ്ലാവിൻ ചോട്ടിലേക്ക് എത്തുന്നത് ഞാൻ കണ്ടു. ഇനി പ്ലാവിൻ ചോട്ടിൽ എത്തിയ അമ്മ എങ്ങാനും മുകളിലേക്ക് നോക്കിയാൽ എൻ്റെ തീരുമാനം പ്രാവർത്തിയാകുമല്ലോ എന്ന് അച്ഛാ ഓർത്തിട്ട് സത്യമായിട്ടും ചാവാനുള്ള തീരുമാനത്തോടെ അച്ഛ കഴുത്ത് കുരുക്കിയിട്ടിട്ട് അതിൻ്റെ എടുത്തൊറ്റ ചാട്ടവും ചാടിയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറ്റിയത്? എൻ്റെ അച്ഛൻ മരത്തെ കെട്ടാൻ മറന്നുപോയി. സഹോദരങ്ങളെ, ദൈവവിചാരമില്ലാത്ത മനുഷ്യൻ്റെ ഉദാഹരണമാണ്. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ അമ്മ കണ്ടില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവൻ ആത്മഹത്യക്ക് ശ്രമിക്കില്ലായിരുന്നു. പക്ഷേ ഈ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് അവൻ്റെ നാശത്തിൻ്റെ പദ്ധതിയല്ല എന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം തന്നെ മാലാഖമാരെ അയച്ച് കൈകളിൽ തോണ്ടിയെടുത്തു അവൻ്റെ ജീവിതത്തെ. പക്ഷേ കൈകാലുകളെ ഒടിച്ച് ഒരു പാഠം പഠിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സഹോദരൻ, ദൈവവിചാരമില്ലാത്ത മനുഷ്യൻ ജീവിതത്തിൽ പലവിധ നിരാശകൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ മറന്നിട്ട് തൻ ജീവൻ നശിപ്പിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആധുനിക യുഗത്തിൽ പ്രത്യേകിച്ച് യുവതിവാക്കന്മാർ സംബന്ധിച്ച് ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നത്തിൻ്റെയും ജഡികത്തിൻ്റെയും സുഖത്തിൻ്റെ പുറകെ പോയി ദൈവസാധ്യത നഷ്ടപ്പെട്ടിട്ട് കൂട്ടുകാരും വീട്ടുകാരും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ജീവിതം അവസാനിപ്പിച്ചാക്കാമെന്ന് ചുറ്റി നടക്കുന്ന ഒത്തിരിയേറെ യുവതിവാക്കന്മാരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടവരാരും ഇവിടെ ഉണ്ടാകരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന, പ്രാർത്ഥന. കാരണം നിങ്ങൾ വിലപ്പെട്ടവരാ. നിങ്ങൾ ഓരോരുത്തരും വിലപ്പെട്ടവരാ. കർത്താവ് നിങ്ങൾക്ക് കിട്ടുന്ന വില എത്രയെന്നറിയാവോ? കർത്താവ് പറയുന്നത് നിങ്ങൾ എനിക്ക് അമൂല്യരാ. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് അമൂല്യരാ. നിങ്ങൾ എനിക്ക് വിലപ്പെട്ടവരാ. വെറുതെ ഒരു കയറിൻ്റെ തുമ്പിൽ നിന്റെ ജീവിതം നീ അവസാനിപ്പിക്കരുത്. നിന്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ടുള്ളതല്ല. ഒരു പക്ഷേ നിന്റെ ജീവിതം നിന്റെ ചിന്തയിൽ, നിന്റെ ബുദ്ധിയിൽ നിരാശപ്പെട്ട തകർന്നടിഞ്ഞ ഒരു ജീവിതമായിരിക്കും. മകളെ, മകനെ, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ ജീവൻ സംരക്ഷിക്കാൻ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവവിചാരത്തോടെ നിന്റെ പ്രവൃത്തികളെ നീ തിരുത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് കർത്താവ് ആശ്വാസത്തിന്റെ വചനം തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. തമ്പുരാൻ ഈശോ സ്നേഹത്തോടെ പറഞ്ഞു, നിങ്ങളൊന്ന് ആകാശത്തിലെ പക്ഷികളെ നോക്ക്, വയലിലെ പുല്ലിനെ നോക്ക്, എത്ര മനോഹരമായിട്ട് അതിനൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നതാ ഭക്ഷണം ചിന്തിക്കേണ്ട ആവശ്യം പക്ഷികൾക്കില്ല. ദൈവം അതിന് ആവശ്യമുള്ളതെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അത് രാവിലെ ഉണർന്ന പാടെ ഇന്ന് ഏത് ഡ്രസ്സായിട്ടുകൊണ്ട് പോകുന്നത്, ഏത് സ്റ്റൈലിട്ടാലാണ് രണ്ടുപേര് കാണണത്, എങ്ങനെ മുടിച്ചിരിക്കാലാണ് രണ്ടുപേരെ നോട്ട വിടുന്നത്, ഇങ്ങനെ ചിന്തിക്കുന്നവരാ. ദൈവവിചാരമുള്ള ഒരു മനുഷ്യൻ, ഒരു ദൈവവൈതൽ എഴുന്നേറ്റ പാടെ ദൈവം എന്ന് വിചാരിക്കും എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ചിന്തയെക്കുറിച്ച് ദൈവം എന്ത് വിചാരിക്കുമെന്ന് കരുതി പോകുന്നവരാ. അതുകൊണ്ട് നമ്മുടെ അനുദിനത്തുള്ള വസ്ത്രദാനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ദൈവത്തെ മറന്ന് ജീവിക്കാനുള്ള ജീവിതമല്ല യുവത്വത്തിൻ്റെ ജീവിതം. ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ള ജീവിതമാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവവിചാരമുള്ള മനുഷ്യൻ്റെ ഒരു 4 പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. 4 പ്രത്യേകതകൾ. അത് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 17 തിരുവചനങ്ങളിൽ ദൈവവിചാരമുള്ളവരുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അത് എന്തെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവിചാരമുള്ളവരാണെന്ന് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ ഈ വചനത്തിനെ വിളിച്ച് ദൈവവിചാരമുള്ളവരാകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക. 1-ാമത്തെ പ്രത്യേകത, ദൈവവിചാരമുള്ളവൻ്റെ ദൈവഭയമുള്ള 1-ാമത്തെ പ്രത്യേകത, അവൻ കർത്താവിൻ്റെ വചനം ഒരിക്കലും ധിക്കരിക്കുകയില്ല. ദൈവവിചാരമുള്ള മനുഷ്യൻ കർത്താവിൻ്റെ കൽപ്പനയെ ഒരിക്കലും ധിക്കരിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ 1-ാമത്തെ പ്രത്യേകത എന്താണ്? ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കുക. എന്താ ദൈവവചനം? നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാൻ മറ്റു ദൈവം നിനക്കുണ്ടാകുകയില്ല എന്നുള്ള കൽപ്പന ലംഘിക്കുകയില്ല. കർത്താവ് ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നുള്ള കൽപ്പന നിങ്ങൾ പാലിക്കുക. എന്തെല്ലാം വില കൊടുത്ത് അപ്പനും അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ സ്നേഹിച്ച് ബഹുമാനിച്ചുകൊണ്ട് നടക്കും. കള്ളത്തരം കാണിക്കത്തില്ല, കള്ളസാക്ഷ്യം പറയത്തില്ല, മോഷ്ടിക്കത്തില്ല, കൊല്ലുകയില്ല, വ്യഭിചാര ആശ കൊണ്ടു നടക്കില്ല. കാരണം വ്യഭിചാരಕ್ಕೆ ആശപ്പെടബാറതു, ആശപ്പെടുകയില്ല. എല്ലാ കാര്യവും തിരുസഭയുടെ കൽപ്പനകളെ പാലിക്കും, കർത്താവിൻ്റെ വചനത്തെ പാലിക്കും. എല്ലാ കൽപ്പനകളെയും കൂട്ടിയോജിച്ചുകൊണ്ട് ഒരു വചനം കർത്താവ് നൽകി, നിന്നെ പോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിന് വില കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണോ നീ, ഒരു ചെറുപ്പക്കാരിയാണോ നീ ദൈവവിചാരമുള്ളവളാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ വെളിപ്പെടുത്തുകയാണ്. 2-ാമത്തെ പ്രത്യേകത, അവിടുത്തെ മാർഗത്തിൽ ചരിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദൈവവിചാരത്തോടെ ജീവിക്കുന്നവൻ ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കും. അവൻ ചിന്തയും പ്രവൃത്തിയും എല്ലാം ദൈവവിചാരത്തോടെ ആയിരിക്കും. ഞാൻ കങ്കനാട്ടിലായിരിക്കും മറ്റൊരു സംഭവം എൻ്റെ മനസ്സിൽ വന്നു. ചെറുപ്പക്കാരുടെ ആയതുകൊണ്ട് പറയാനായിട്ട് എനിക്ക് താല്പര്യം തോന്നുന്നുകൊണ്ട് പറയണതാണ്. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് യാത്ര പോയിട്ട് തിരിച്ച് വന്നിട്ട് കങ്കനാടി മാർക്കറ്റിലുള്ള ഒരു തട്ടുകടയിൽ, 5 സ്റ്റാർ തട്ടുകടയിൽ തട്ടടിക്കാൻ കയറിയിരിക്കുക.
ഇപ്പോൾ തൊട്ടടുത്ത് 5-6 തട്ടുകടകളുണ്ട്. അവിടെ ഒത്തിരി ചെറുപ്പക്കാരൊന്ന് തട്ടടിച്ചുകൊണ്ടിരിക്കുക. ഈ തട്ടടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ്റെ പോക്കറ്റിന് മൊബൈൽ ഫോൺ അടിച്ചു. ആ ചെറുപ്പക്കാരൻ ഉടനെ മൊബൈൽ ഫോണും തട്ടുകടയിൽ നിന്ന് എടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് മാറി നിന്നിട്ട്, ഞാനവിടെ നിൽക്കുന്നത് ഇവൻ കാണുന്നില്ല, ഇങ്ങനെ മാറി നിന്നിട്ട് പറയാം, മമ്മി അല്പം കഴിഞ്ഞിട്ട് വിളിക്കാവോ, ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്ന മകനാണെങ്കിൽ അത് പറയോ? ദൈവവിചാരമുള്ള മനുഷ്യനാണെങ്കിൽ അത് പറയാം, മമ്മി ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. അവൻ തട്ടുകടയിൽ നിന്ന് ഒന്നാമത് തട്ടടിച്ചോണ്ടിരിക്കുക, ചിക്കൻ കബാബ് അടിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുക. അതിനെ പറഞ്ഞാൽ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. ശരി, കൊന്തയായിരിക്കും കേട്ടോ. കർത്താവിനെ ഭയപ്പെടുന്നവൻ, കർത്താവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവൻ, ദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുന്നവൻ, മനസ്സിൽ കൊണ്ടു നടക്കുന്നവൻ, എല്ലാ സാന്നിധ്യത്തിലും, തട്ടുകടയിലും ചന്തസ്ഥലത്തും സിനിമാ ടാക്കീസിലും കോളേജിലും വഴികളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ വഴിയിലൂടെ ആരൊക്കെ യാത്ര ചെയ്യുന്നോ അവനൊക്കെ ദൈവഭയം ഉള്ളവനാണ്, ദൈവവിചാരമുള്ളവനാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത്, ദൈവഭയമുള്ള മനുഷ്യൻ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കും. പ്രഭാഷകൻ 2:16. ദൈവഭയമുള്ള മനുഷ്യൻ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കും. ഞാൻ ചെയ്യാൻ പോണ ഈ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് അന്വേഷിക്കും. പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ പഠിച്ചതൊക്കെ മറന്നുപോയത് കൊണ്ടാണ് തൊട്ടടുത്തിരിക്കുന്ന കോപ്പി അടിക്കാനുള്ള പ്രവണത ഉണ്ടാകുന്നത്. അന്നേരം ആലോചിക്കണം, ഈ കോപ്പി അടിക്കണത് ദൈവത്തിന് ഇഷ്ടമാണോ അന്വേഷിക്കണം. ഒരു ജോലിക്കായിട്ട് നിങ്ങൾ പോകുക, നിങ്ങൾ ആപ്ലിക്കേഷൻ ഇട്ടു, നിങ്ങൾക്കൊരു ജോലി കിട്ടി. പക്ഷേ ഈ ജോലി ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ളതാണോ? ദൈവത്തോട് നീ ആലോചന ചെയ്യണം. ദൈവത്തിന് ഇഷ്ടമാണോ ഈ ജോലിക്ക് പോകുന്നത്? ഈ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന് പ്രീതിപ്പെട്ടവനാണ്, ദൈവവിചാരത്തോടെ ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം പറയുക. ദൈവത്തിന് ഇഷ്ടമാണെന്ന് അന്വേഷിക്കാതെ ഏത് പ്രവർത്തിക്കായിട്ട് പോകുന്നോ അത് പരാജയം. ബിസിനസ്സിനായിട്ട് പോവുക, നീ ബിസിനസ് നടത്താനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, കർത്താവേ ഞാൻ ഇന്നൊരു ബിസിനസ്സിനായിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമാണോ? ഒരു ജീവിത പങ്കാളി കണ്ടെത്താനായിട്ട് പോവുക, കർത്താവേ ഈ പെൺകുട്ടിയെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്, ഈ ചെറുക്കനെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ കൊണ്ടുനടക്കേണ്ട ജീവിത പങ്കാളി നിനക്ക് ഇഷ്ടമാണോ? ഈ ബന്ധം ഈശ്വരൻ അന്വേഷിക്കണം. ഇഷ്ടമുള്ളവരെ കൂട്ടി പോകാനായിട്ടുള്ളതല്ല. നിങ്ങളിങ്ങനെ പ്രസംഗിക്കൊണ്ട് ഒരു വർഷം പറയും, എൻ്റെ അച്ചു ഈ മൂരാച്ച സ്വഭാവം വിട്, ഇപ്പോഴത്തെ ആദ്യ ജീവിതത്തിൽ അടിച്ച് പൊളിച്ച് ജീവിക്കേണ്ട ജീവിതം അച്ചു, ആകപ്പാടെയുള്ള റിസ്വമായ ജീവിതത്തിൽ അടിച്ച് പൊളിക്കേണ്ട സമയത്ത് പൊളിച്ചില്ലെങ്കിൽ എപ്പോഴാച്ചാ പൊളിയും, ഇപ്പൊ തന്നെ പൊളിയും. അപ്പം നിന്റെ ബന്ധങ്ങളിൽ, നിന്റെ സ്നേഹ കൂട്ടുകെട്ടുകളിൽ, നിന്റെ മൊബൈൽ ഫോണുകളിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, ഞാൻ ദൈവവിചാരമില്ലാത്ത ജഡികനായ മനുഷ്യനാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു, നീ ആശ്രയം വെച്ചിരിക്കുന്ന കുതിര ജഡമാ, ആത്മാവല്ല. നീ ആശ്രയം വെച്ചിരിക്കുന്ന കുതിരയുണ്ടല്ലോ അത് വെറും ജഡമാ, ആത്മാവല്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് നീ ഓരോ പ്രവൃത്തിയും ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് അന്വേഷിക്കണം. ബിസിനസ് നടത്താൻ പോകുന്നവർ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്ന ബിസിനസ്സിനായിട്ട് പോകാം, ഈ കച്ചവടത്തിന് പോകുക, ഇഷ്ടമാണോ എന്ന് അന്വേഷിക്കണം. എന്നിട്ടേ ആ പ്രവൃത്തിക്കായിട്ട് പോകാൻ പോവുകയുള്ളൂ. ദൈവവിചാരമുള്ള മനുഷ്യനാണെങ്കിൽ എന്താണ്? ദൈവത്തിന് ഇഷ്ടം അന്വേഷിക്കാൻ ഒരു പരിപാടിക്കും പോവുകയില്ല. ദൈവത്തിന് ഇഷ്ടം അന്വേഷിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മച്ചി ചീമൊട്ടം കടയിൽ കൊണ്ടേ വിൽക്കോ? വേണ്ട, പാലിനകത്ത് വെള്ളം ചേർത്തുകൊണ്ട് കൊടുക്കുമോ? ഞാനൊരു അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി പാലിനകത്ത് വെള്ളം ചേർത്ത് കൊണ്ട് കൊടുക്കുന്നത് പാപമാണ്, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തിയല്ല. ഉടനെ അമ്മച്ചിയുടെ സന്തോഷം, എൻ്റെ അച്ഛൻ ഞാൻ ആ പ്രവൃത്തി ചെയ്യാറേയില്ല, ഞാൻ ഒരിക്കലും പാലിലേക്ക് വെള്ളം ചേർക്കുകയല്ല, വെള്ളത്തിലേക്ക് പാൽ ചേർക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ കറക്കാൻ പോകുമ്പോൾ മൊന്തക്കകത്ത് വെള്ളം, അപ്പോൾ വെള്ളത്തിലേക്ക് പാൽ ചേർക്കുക, പാലിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയല്ല. സഹോദരങ്ങളെ, നമ്മൾ ഏത് പ്രവൃത്തിക്കായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടാലും, ഏത് കാര്യത്തിനായിട്ട് പോയാലും ഈ കാര്യം, ഈ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് ആദ്യമേ അന്വേഷിച്ചാൽ, ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടോ പ്രവർത്തിക്കാൻ ആ തമ്പുരാൻ വിജയിപ്പിച്ചിരിക്കും എന്നാണ് തമ്പുരാൻ്റെ വചനം പറയുക. അടുത്തത്, ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് മഹത്വം കൊടുക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായാലും ആ നേട്ടം എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവം തന്ന കൃപയാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് മറക്കാൻ പറ്റില്ല. ഇന്ത്യക്ക്, ലോകത്തിന് മറക്കാൻ പറ്റില്ല. അത്ര പ്രാഗൽഭ്യമുള്ള നല്ലൊരു പ്ലെയറാണ്, ക്രിക്കറ്റ് പ്ലെയറാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഒരു പക്ഷേ ക്രിക്കറ്റ് കാണാനായിട്ട് ടി വിയുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഒരു 6 അടിച്ച ഉടനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സച്ചിൻ ടെണ്ടുൽക്കർ എന്താ ചെയ്യുക. ഒരു 6 അടിച്ച ഉടനെ അവൻ എന്താ ആദ്യം ചെയ്യുക? കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അവൻ ചെയ്യുന്ന ഒറ്റ പ്രവൃത്തിയാണ്, അടിച്ച ഉടനെ ഞെളിഞ്ഞു നിൽക്കുകയല്ല, അടിച്ച ഉടനെ തല കുമ്പിട്ടിട്ട് തൻ്റെ ബാറ്റ് മുകളിലേക്ക് ഉയർത്തി കാണിക്കും.
ചോദിച്ചു പത്രക്കാര്, എന്താടാ നീ എപ്പോഴും ഈ വാറ്റ് മുകളിലേക്ക് പൊക്കി കാണിക്കണത്? എൻ്റെ അപ്പൻ മരിച്ച സ്വർഗത്തിലുണ്ട്, എൻ്റെ ദൈവം, എൻ്റെ ശക്തിക്ക് ദൈവമുണ്ട്, ദൈവമാണ് എനിക്ക് ശിക്ഷ അടിക്കാനുള്ള കൃപ നൽകിയത് എന്ന് പറഞ്ഞിട്ടാണ് വാറ്റ് പൊക്കുന്നത്. അവനെ ലോകം ബഹുമാനിക്കുന്നില്ല. നിങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന നല്ല യുവതാരമല്ലേ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ. എന്തേ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? അവൻ ദൈവവിചാരം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ദൈവവിചാരമുള്ള ഒരു മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മഹത്വം കൊടുക്കും. ചെറുപ്പക്കാരനായ ദാവീദിനെ കുറിച്ച് കൂടെ പറയാൻ ആഗ്രഹിക്കുക. ചെറുപ്പക്കാരനായ ദാവീദ്, ഇസ്രായേൽക്കാരും ഫിലിസ്തീനും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏലാ താഴ്വരയുടെ മുമ്പിൽ എല്ലാവരും ഒന്നിച്ചു കൂടി. ഏലാ താഴ്വരയുടെ മുമ്പിൽ ഫിലിസ്തീനും ഇസ്രായേൽക്കാരും ഒന്നിച്ചു കൂടിക്കുന്ന അവസരത്തിൽ ഫിലിസ്തീയക്കാർ ശക്തരായിട്ടുള്ള സൈനികർ മുന്നിട്ട് വന്നു. എന്നിട്ട് അവരുടെ ഇടയിൽ നിന്ന് മല്ലനായ ഗോലിയാത്ത് കടന്നു വന്നിട്ട് ഇസ്രായേലിന്റെ ദൈവത്തെ ദുഷിച്ചു പറയുക. ഇസ്രായേലിന്റെ ദൈവത്തെ ദുഷിച്ചു പറയുന്ന ആ നീചനെതിരെ ശബ്ദിക്കാൻ ഇസ്രായേൽ ഒറ്റ ആൺതരി പോലും ഇല്ലായിരുന്നു. മഹാരാജാവ് പോലും തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഇവന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ ആണത്തമുള്ള ഒരുത്തൻ പോലും എൻ്റെ രാജ്യത്തിലില്ലല്ലോ എന്ന് കരുതിയിരിക്കുന്ന അവസരത്തിൽ ഇടയബാലനായ ദാവീദ് കടന്നു വരുന്ന നമുക്കറിയാം. രാജാവിൻ്റെ അടുക്കിലേക്ക് ദാവീദ് കടന്നു വന്നപ്പോൾ ദാവീദ് രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ച ചോദ്യമുണ്ട്, മഹാരാജാവേ, എന്താണ് സംഭവം? എന്താണ് എല്ലാവരും ലജ്ജിതരായി തലകുനിച്ച് നിൽക്കുന്നത്? എന്താണ് നിങ്ങൾ ശബ്ദിക്കാൻ നിൽക്കുന്നത്? നമ്മുടെ ദൈവത്തെ ദുഷിച്ചു പറയുന്ന ഈ നീചനെതിരെ സംസാരിക്കാൻ നമ്മുടെ ആണത്തമുള്ള ആരുമില്ലേ? അപ്പൊ രാജാവ് പറഞ്ഞ എന്താ? ആ മല്ലനോട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ നമ്മുടെ ഇടയിൽ ആരുമില്ല. ആ മല്ലനോട് യുദ്ധം ചെയ്യാൻ, അവന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ കഴിവുള്ളവൻ ആരുമില്ല എന്ന് രാജാവ് പറഞ്ഞപ്പോൾ ഇടയബാലനായ ദാവീദ് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ ദൈവത്തിന്റെ അഭിഷിക്തനാ, എന്നെ പറഞ്ഞയക്കുക, ആ മല്ലനെ ഇന്ന് തന്നെ ഞാൻ വകവരുത്തിക്കൊള്ളാമെന്ന് പറയുക. അപ്പോൾ രാജാവ് പറഞ്ഞു, മോനെ, നീ ബാലന, അവനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള കഴിവ് നിനക്കില്ല. അപ്പം പറഞ്ഞു, അങ്ങനെ പറയരുത്. ദൈവത്തിന്റെ ആടുകളെ ഞാൻ വിജനസ്ഥലത്തൊക്കെ മേയ്ക്കുമ്പോൾ ക്രൂരരായിട്ടുള്ള ചെന്നായ്ക്കളും സിംഹങ്ങളും പുലികളും വന്നിട്ട് ആട്ടിൻകൂട്ടത്തെ ആക്രമിക്കാറുണ്ട്. പക്ഷെ എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരാട്ടിനെ പോലും അവരുടെ കയ്യിൽ വിട്ടുകൊടുക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ഏതെങ്കിലും സിംഹമോ ചെന്നായി വന്ന് എൻ്റെ ആട്ടിനെ ആക്രമിച്ചാൽ അങ്ങനെയുള്ള ആ ചെന്നായ്ക്കളുടെ ആ സിംഹത്തിന് ജടയ്ക്ക് പിടിച്ചിട്ട് അടിച്ചു കൊന്ന സംഭവമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. അതുകൊണ്ട് ഇസ്രായേലിലെ ദൈവത്തെ ദുഷിച്ചു പറയുന്ന ഈ നീചനെതിരെ ഞാൻ പടപൊരുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് രാജാവിന് അനുവാദം മേടിച്ചുകൊണ്ട് പോയി ഇവൻ ആ മല്ലനെ വകവരുത്തുകയാണ്. എല്ലാവർക്കും അതിശയായി. ഇസ്രായേലിൽ ആയിരക്കണക്കിന് സൈന്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഫിലിസ്തീയ സൈന്യം ദൈവത്തെ ദുഷിച്ചു പറഞ്ഞപ്പോൾ പരാജയപ്പെടുത്താൻ കഴിയാതിരുന്ന അവസരത്തിൽ ഒരു ഇടയൽ ബാലൻ വന്നിട്ട് ദൈവത്തിന്റെ അഭിഷേക ശക്തി കൊണ്ട് ദൈവത്തെ ദുഷിച്ചു പറഞ്ഞത് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവനെ വകവരുത്തി. അങ്ങനെ ദാവീദ് ഇസ്രായേൽക്കാരുടെ ഇടയിലും ഫിലിസ്ത്യരുടെ ഇടയിലും അഭിമാനപാത്രമായി ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുക. സഹോദരങ്ങളെ, എനിക്കതല്ല വിഷയം. ഇത്രമാത്രം വിജയം കരസ്ഥമാക്കിയ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞത്? അവൻ പറയുകയാണ്, മഹാരാജാവേ, അവനെ ഗോലിയാത്തിനെ കൊന്ന് അവന്റെ തല ഞാൻ കയ്യിലെടുത്തിട്ട് ഞാൻ പറയും, അങ്ങനെ ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ലോകം അറിയട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. ഇവൻ എന്താ ചെയ്തത്? ഇവൻ പോയി ദാവീദിന്റെ തല കൊയ്തിട്ട് വിളിച്ചു, യഹോവയ്ക്കും മഹത്വം ഉണ്ടാകട്ടെ എന്ന് വിളിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ ഓർക്കണം, അങ്ങനെ ഇസ്രായേലിൽ ആണത്തമുള്ള ഒരു ദാവീദ് ഉണ്ടാകട്ടെ എന്നല്ല, അങ്ങനെ ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ലോകമറിയട്ടെ എന്ന് വിളിച്ചു പറഞ്ഞവൻ ദൈവവിചാരമുള്ളവനാ. ദൈവത്തിന് മഹത്വം കൊടുക്കും. നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുകയാണ്, പരീക്ഷയിൽ റാങ്ക് കിട്ടി, മറ്റ് സ്ഥാനമാനങ്ങൾ നിനക്ക് ലഭിച്ചു, അംഗീകാരങ്ങൾ ലഭിച്ചു, നീ ദൈവഭയമുള്ള ഒരു പൈതലാണോ, നീ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഈ സമ്മാനം, ഈ നേട്ടം ദൈവം എനിക്ക് നൽകിയതാണെന്ന് പറയുന്നവൻ ദൈവവിചാരമുള്ളവനാണെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അവസാനമായി, ദൈവഭയമുള്ളവൻ ഹൃദയത്തെ ഒരുക്കി വയ്ക്കും. ദൈവഭയമുള്ള മനുഷ്യൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണ് എൻ്റെ ജീവിതം പോണേ എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാ നിമിഷവും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ദൈവവിചാരത്തോടെ ജീവിച്ചവൻ്റെ ഹൃദയത്തെ ഒരുക്കി വെക്കും, ദൈവത്തിനായിട്ട് സമർപ്പിക്കാൻ. അതുകൊണ്ട് യുവതിവാക്കന്മാരെ, നിങ്ങൾ ദൈവവിചാരമുള്ളവരായിത്തീരുക. ദൈവ സാന്നിധ്യബോധത്തോടെ നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ എവിടെയെല്ലാം യാത്ര ചെയ്യുന്നോ, എവിടെയെല്ലാം ഒരു സങ്കേതങ്ങളിലേക്ക് പോകുന്നോ, അവിടെ എവിടെയെല്ലാം പോയാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരാം. കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, ദൈവം എനിക്ക് മുകളിൽ ഒരു ദൈവമില്ലെന്ന് മൂഢൻ തൻ്റെ മനസ്സിൽ പറഞ്ഞു. ഈ ദൈവത്തിൽ നിന്ന് കണ്ണു മറയ്ക്കാനായിട്ട് പ്രവാചകന്റെ പുസ്തകം പറയുകയാണ്,
ദൈവസ്ഥാനത്തിൽ നിന്ന് ഞാൻ എങ്ങോട്ട് ഒളിച്ചോടും? ദൈവസ്ഥാനത്തിൽ നിന്ന് പാപം ചെയ്തിട്ട് അല്ലെങ്കിൽ പാപകൃത്യങ്ങൾ ചെയ്യാൻ എങ്ങോട്ട് പോയാലും അവിടെയെല്ലാം ദൈവത്തിന്റെ കണ്ണനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ആകാശത്തിലേക്ക് പോയേക്കാന്ന് വെച്ചാലോ അവിടെയും തന്റെ 2 കണ്ണുകൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ല. എന്നാൽ ആകാശത്ത് വേണ്ട, അങ്ങ് കടലിന്റെ ആഴത്തിൽ പോയിട്ട് ഒളിച്ചിരുന്നാലോ എന്ന് കരുതുമ്പോഴും അവിടെയും ദൈവത്തിന്റെ കണ്ണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവ സാന്നിധ്യം കരയിലും ഭൂമിയിലും ആകാശത്തിലും ജലത്തിലും എല്ലാ സ്ഥലത്തിലും സർവ്വവ്യാപിയായിട്ട് നിൽക്കുമ്പോൾ സഹോദരങ്ങൾ എന്തുകൊണ്ട് ദൈവവിചാരമില്ലാതെ നമ്മൾ ജീവിക്കുന്നു? മാതാപിതാക്കളെ ഭയം, ഗുരുപുരന്മാരെ ഭയം, അധ്യാപകരെ ഭയം, മറ്റു മനുഷ്യരെ ഭയം, പക്ഷെ ദൈവത്തെ ഭയമില്ലാത്ത മനുഷ്യരായി തീരരുത്. സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം. സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുരിതപൂർണമായ സമയം വരും മുമ്പേ യുവാവേ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല, മദ്യത്തിൽ സന്തോഷം തോന്നുന്നില്ല, ജഡിക സുഖങ്ങളിൽ സന്തോഷം തോന്നുന്നില്ല, കൂട്ടുകെട്ടുകളിൽ സന്തോഷം തോന്നുന്നില്ല, ഈ ലോകത്തിൽ എനിക്ക് സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുരിതപൂർണമായ സമയം വരുന്നതിന് മുമ്പേ യുവാവേ നിന്റെ യുവത്വത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക.